ഞാൻ സമാധി എന്നുള്ള വാക്ക് ആദ്യമേ കേൾക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസനുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം തന്നെ ശിഷ്യർക്ക് കൊടുക്കുന്ന സമാധിയെക്കുറിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്താണ് സമാധി എന്നുള്ള ആ ഒരു നിലയിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ് പോവുക എന്നുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വളരെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലെ ഈ ഗുരുവര്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ സമാധി എന്ന് പറയുന്ന അവസ്ഥയെ അറ്റൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് തിരിച്ച് ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു പര്യായപദമല്ല എന്നുള്ളതാണ് ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കളായാലും ഭാര്യയായാലും അവരുമായി ബന്ധപ്പെട്ട ആളുകളായാലും സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി മരിച്ചു എന്നുള്ളതിൻ്റെ പകരം പ്രയോഗിക്കുന്ന ഒരു പദമായാണ് അവർ പ്രയോഗിച്ചു വെക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ വാക്ക് സമ എന്ന് പറയുന്നത് സമനിലയെയും ധി എന്ന് പറയുന്നത് ബുദ്ധിയെയും കുറിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആ രീതിയിൽ വളരെ ഏകാഗ്രതയോടുകൂടി എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ധ്യാനാവസ്ഥ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്.